ഗുഡ് മോർണിംഗ് ആൽ ഓഫ് നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ ഡേ 1501 1501. നമസ്കാരത്തെ അഞ്ഞിപ്പലം ലൈവിലേക്ക് സ്വാഗതം. സൈക്കോളജി ഓഫ് ലിവിങ്ങിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റിറ്റ്യൂഡിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ബ്രേക്കിംഗ് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആക്ച്വലി. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ കുറേ ഉണ്ട്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുറേ ഉണ്ട്. സി, ഈ ഒരു മനോഭാവം ബന്ധങ്ങളെ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത മെയിൻറ്റെയിൻ ചെയ്യുന്ന സസ്റ്റെയിൻ ചെയ്ത ബന്ധങ്ങളെയോ അല്ലാത്ത ബന്ധങ്ങളോ ഏതായിരുന്നാലും എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയും തകർത്ത് കളയുന്ന, തകരാൻ സാധ്യതയുള്ള, തകർക്കാൻ ഒരു മാനസികാവസ്ഥയുള്ള രൂപത്തിൽ പെരുമാറുന്ന രീതികളാണ് ഒക്കെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്. സോ ബ്രേക്കിംഗ് റിലേഷൻഷിപ്പ് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആക്ച്വലി. സോ എത്ര പേർക്ക് അത് മനസ്സിലാവും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ബ്രേക്കിംഗ് ആറ്റിറ്റ്യൂഡ് കറക്റ്റായിട്ട് നെസസറി ഓഡിബിൾ ആണല്ലോ അല്ലേ? ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണേ, അത് കൈ കാണിച്ചാൽ മതി. ഓഡിബിൾ ആണ്, ഓക്കെ, താങ്ക് യു. സി, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, സി, നമ്മളുടെ ഒരു ബന്ധം ഏതൊക്കെ രൂപത്തിൽ ബന്ധങ്ങൾ ബ്രേക്ക് ചെയ്യപ്പെടാം എന്നുള്ളതാണ്. ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബന്ധങ്ങൾ ബ്രേക്ക് ആവാനുള്ള സാധ്യത, ഓട്ടോമാറ്റിക്കായിട്ട് ബന്ധങ്ങൾ ബ്രേക്ക് ആവാനുള്ള ഒരു സാധ്യത. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കായിട്ട് ബന്ധങ്ങൾ ബ്രേക്ക് ആവാനുള്ള സാധ്യത, അതേപോലെ തന്നെ കരുതി കൂട്ടി ബന്ധങ്ങൾ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ പോസിബിലിറ്റി ഓഫ് ബ്രേക്കിംഗ് റിലേഷൻഷിപ്പ് ഇൻ എ ഓട്ടോമാറ്റിക് മോഡ്. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ടു ഡാമേജ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇങ്ങനെ അത് കെയർലെസ് ആയിട്ട് നിൽക്കുന്ന ബന്ധങ്ങൾ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. ഒന്നത്. അപ്പോൾ ഈ കെയർലെസ് ഏത് രൂപത്തിൽ? രണ്ട് കെയർലെസ് ഉണ്ട്, പാസീവായി ആക്റ്റീവായിട്ടുള്ള കെയർലെസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ തീരെ അങ്ങനെ വിട്ടുപോയിട്ട് അങ്ങനെ ബന്ധങ്ങൾ അങ്ങനെ ഇല്ലാതായി അങ്ങ് പോകുന്നത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു സാർ, നമ്മൾ പറയാറുണ്ട് ഇടയ്ക്കൊക്കെ, പണ്ടൊക്കെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മളങ്ങനെ ശ്രദ്ധിക്കാതാണ് വിട്ടുപോയി, പിന്നെ ഇപ്പം നമ്പറും ഇല്ല കയ്യിൽ എന്നൊക്കെ പറയും നമ്മളങ്ങനെ. സോ അതേസമയം ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടൊക്കെ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ബ്രേക്കിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു ബന്ധം നമ്മുടെ കയ്യിലുണ്ട്, അതൊക്കെ അങ്ങനെ ഒരു പക്ഷേ നമ്മുടെ സംസാരത്തിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട് പുള്ളി നമ്മളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിർത്തി കളഞ്ഞു. നമ്മൾ ആക്ച്വലി അറിഞ്ഞുകൊണ്ടോ ബോധപൂർവമൊന്നും അങ്ങനെ ഒന്നും നമ്മൾ അദ്ദേഹത്തിന് ഹർട്ട് ചെയ്യാവുന്ന, ഹാം ചെയ്യാവുന്ന, ഹാക്ക് ചെയ്യാവുന്ന, ഹെസിറ്റേറ്റ് ചെയ്യാവുന്ന, ഹെയ്റ്റ് ചെയ്യാവുന്ന എച്ച് കാറ്റഗറി 5 ഫാക്ടറിൽ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒന്നും നമ്മൾ ചെയ്യാത്ത ഇരുന്നിട്ട് പോലും പുള്ളി നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ വിട്ടിട്ട് പോയി. പുള്ളി റൈറ്റ്. ഇത് ഒരു ടൈപ്പ് ഓഫ് സംഭവം. ഇനി മറ്റൊരു സംഭവം, സോഷ്യൽ മീഡിയയിലൊക്കെ റിലേഷൻഷിപ്പുകൾ തകരാറാവുന്ന ഒരു പുതിയ ഒരു സിനാരിയോ കൂടി പറയാം. അതെങ്ങനെ ബ്രേക്ക് ആവുന്നത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ബ്രേക്ക് ആവുന്ന ഒരു പ്രത്യേകത, ഹാക്കർമാർ നമ്മളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് നമ്മളാണ് ചെയ്യുന്നത് എന്നുള്ള വേണ അവർ നമ്മളുടെ ഐ ഡിയിൽ നിന്ന് ചാറ്റ് ചെയ്ത് അവർ ഒരുപാട് ക്ലോസ്, നമ്മൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് ചാറ്റ് ചെയ്ത് നമ്മളെക്കുറിച്ച് മോശമായ മെസ്സേജുകൾ അയക്കുകയോ നമ്മളോടൊന്ന് വാങ്ങുന്ന പോലെ അവരോടൊന്ന് കടം വാങ്ങുകയോ ഒക്കെ ചെയ്ത് ബന്ധങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഓട്ടോമാറ്റിക്, ഇതൊക്കെ ഒരു ഓട്ടോ അല്ലെങ്കിൽ നമ്മളുടെ അൺകൺട്രോൾഡ് ആണ്. നമ്മളെ കൺട്രോളില്ലാതെ നമ്മുടെ റിലേഷൻഷിപ്പ് തകരാറാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് അത് തിരിച്ചറിഞ്ഞിട്ട് വേഗം മെസ്സേജ് ഇടും, എൻ്റെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി ഉണ്ട്, ആളുകളോട് സംസാരിക്കുന്നുണ്ട്, ബി കെയർഫുൾ, ദിസ് ഇസ് നോട്ട് മീ എന്നൊക്കെ പറഞ്ഞ ആളുകൾ മെസ്സേജ് ഇടാറുണ്ട്. എനിക്ക് തോന്നുന്നു 2013-14 എന്നെക്കുറിച്ച് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഹാക്കർമാർ കയറിയിട്ട് 13-14 ജിദ്ദയിലുള്ള സമയത്ത് 10 കൊല്ലം മുമ്പ് ഞാൻ പിന്നെ ഡീആക്ടിവേറ്റ് ചെയ്തിടുക ചെയ്തത്, പിന്നീട് എപ്പോഴോ തിരിച്ച് ആക്ടിവേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോസ് ഒക്കെ ഉണ്ട്. പിന്നെ വേറെ ഒന്ന് ഉള്ളത് ബോധപൂർവമുള്ള, അതായത് പർപ്പസ്ഫുള്ളി നമ്മൾ ബന്ധത്തെ തകർത്ത് കളയും, ഒഴിവാക്കി കളയും, ബ്രേക്ക് ചെയ്യും. ഈ ആറ്റിറ്റ്യൂഡിൽ രണ്ട് കാരണം കൊണ്ട്, ഒന്ന്, നമുക്ക് ആ ബന്ധം കണ്ടിന്യൂ ചെയ്യുന്നതിൽ അർത്ഥമില്ല, അത് ഇറ്റ് ഈസ് ഡാമേജിങ്, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. ചില ബന്ധങ്ങൾ അപകടകരമാണ് എന്ന് തോന്നുന്ന സമയത്ത് അതിനെ ഹോൾഡ് ചെയ്ത് എക്സിക്യൂട്ടീവ് തരത്തിൽ സ്ലോ ആക്കി മെല്ലെ ഹോൾഡ് ചെയ്ത് അതിനെ ഇല്ലാതാക്കും ഒരു സംവിധാനം. ഇതൊക്കെ അറ്റംപ്റ്റ് ആണ്, ഇതൊക്കെ ട്രൈ ചെയ്ത് ചെയ്യുന്നതാണ്. പിന്നെ ചില ആളുകൾ ഒറ്റയടിക്ക് തന്നെ ബന്ധം ഇല്ലാതാക്കുന്ന ഒരവസ്ഥ, അത് ഒന്നുകിൽ അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾക്ക് വേണ്ട എന്നുള്ള കൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിലാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ബ്രേക്കിംഗ് റിലേഷൻഷിപ്പ്. ഇനി ഇതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലോ, ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ട് സർക്കിളിലോ, ഒരു സാമൂഹിക ബന്ധങ്ങളിലോ ഒക്കെ ആണ് ഇത്തരത്തിലുള്ള ഈ ബന്ധങ്ങൾ തകർക്കുന്ന ഏറ്റവും ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുള്ളൂ.
ഒരു വിളക്കി ചേർത്ത അല്ലെങ്കിൽ നല്ല പുതുതായി വന്നിട്ടുള്ള ബന്ധു എന്ന രൂപത്തിൽ വിവാഹിതരായിട്ടുള്ള ആൾക്കാർ ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ള ബന്ധങ്ങളെ തകർക്കുന്ന മറ്റൊരു സംവിധാനം. അത് പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം തകർക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇതേ ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ, ആറ്റിറ്റ്യൂഡ് ഓഫ് ബ്രേക്കിംഗ്. ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ഡൈവോഴ്സ് റേഷ്യോ കൂടുന്നതിന് കാര്യം പറയാറുണ്ട്. സ്ത്രീകൾ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാശ് കിട്ടും, അതുകൊണ്ട് മെല്ലെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ബന്ധം അങ്ങനെ വേർപ്പെടുത്തി ഡൈവോഴ്സ് ചെയ്ത് അതിനകത്ത് കാശ് കൈപ്പറ്റും. ഇത് 1 2 3 4 അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് ഒരു ക്യാഷ് മേക്കിംഗ് പ്രോസസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ. സോ അങ്ങനെ ഒരു വിഭാഗം വിവാഹ ജീവിതത്തിലുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, വിവാഹ ജീവിതത്തിന് സീരിയസ്നെസ് ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ അതിനെ വെച്ച് ബ്രേക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ഇല്ലാതാക്കി അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് കളയുന്ന സീരിയസ് അല്ലാത്ത ഒരു അൺഎത്തിക്കൽ അല്ലാത്ത കുറേ ആളുകൾ, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പോൾ ബന്ധത്തിന്റെ ഇമ്പോർട്ടൻസ് പലതരം. ഒരുപക്ഷെ പുതിയ തലമുറയിലൊക്കെ അങ്ങനത്തെ കുട്ടികൾ കുറച്ച് കൂടുതലാണോ എന്ന് സംശയം. അങ്ങനെ തന്നെയാണോ നസീർ സാറേ ഇതൊക്കെ കാണുന്നത്? പുതിയ തലമുറയിലൊക്കെ കുട്ടികൾക്ക് ബന്ധങ്ങളുടെ വാല്യൂല് കുറച്ചൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ എനിക്കങ്ങനെ അല്ലേ? അങ്ങനെ ബന്ധങ്ങളുടെ വാല്യൂ കുറച്ച് കുറവാണ്. കുറച്ച് കുറവാണ്. യെസ്. റഹ്മാൻക്ക അങ്ങനെ തോന്നിയിട്ടുണ്ടോ നസീർ സാർ പറഞ്ഞ പോലെ? അതെ സാർ, സുമാറ് ശരി തന്നെയാണ്. ബന്ധങ്ങൾ നമ്മൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തകർക്കാനും ഉള്ള പ്രവണത ഒരു കുറവില്ല. പെട്ടെന്ന് തകർത്ത് കളയാൻ പറ്റും എന്നുള്ള രൂപത്തിലാണുള്ള മൂവ്മെന്റുകളൊക്കെ. അപ്പോ തകരുന്നതിൽ അവർക്ക് വിഷമവുമില്ല. മുൻകാലങ്ങളിലൊക്കെ പൊതുവെ ബന്ധങ്ങൾ തകരുമ്പോൾ വലിയ വിഷമം, വലിയ സങ്കടം, വലിയ പ്രയാസമൊക്കെ ഉണ്ടാവുമായിരുന്നു ആൾക്കാർക്ക്. ഇന്ന് അതിലൊന്നും വലിയ വിഷമമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല. അത് വേണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ള രൂപത്തിൽ അത്ര സിമ്പിളായിട്ട് ലാഘവ ബുദ്ധിയോട് കൂടി നല്ല ബന്ധങ്ങൾ തകർത്ത് കളയുന്ന പ്രവണതകൾ പുതിയ സൊസൈറ്റിയിൽ ധാരാളമായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സൊസൈറ്റി മൊത്തത്തിൽ സമ്മതിക്കുന്ന ഒരു വിഷയം. അപ്പോൾ ഇതൊരു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്. ഇത് ഏത് ആറ്റിറ്റ്യൂഡ്? ഇതൊരു നെഗറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡാണ്. ഇത് എനിക്ക് ഐ ആം സഫിഷ്യന്റ് എന്ന് പറയുന്നത്, നമുക്ക് അതിനെക്കുറിച്ച് നാളെ സംസാരിക്കാം. ഐ ആം സഫിഷ്യന്റ് എന്നുള്ള, ഐ ആം ഇനഫ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നാണ്. ഇതൊരു ടൈപ്പ് ഓഫ് അരഗൻസിയാണ്. ഒരു ടൈപ്പ് ഓഫ് അഹങ്കാരത്തിൽ നിന്ന്, അഹം ഭാവത്തിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ളൊക്കെ സ്വന്തം ബന്ധങ്ങളെ തകർത്ത് കളയുന്നതിൽ ഒരു ഈസി പ്രവണത മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും സമൂഹത്തിൽ നല്ല അയൽപക്ക ബന്ധങ്ങൾ തകരാതെ നോക്കാൻ, നല്ല കുടുംബ ബന്ധങ്ങൾ തകരാതിരിക്കാൻ, പുതിയ ബന്ധു വീടുകളിലുള്ള ബന്ധങ്ങൾ തകരാതെ നോക്കാൻ പല ആളുകളും ഒരുപക്ഷെ ഒരുപാട് സമയം പണിപ്പെട്ട് തകരാതെ കഷ്ടപ്പെട്ട് ഒരുപാട് വർക്കുകൾ കൂട്ടിയിണക്കാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചാലും വീണ്ടും അത് തകർക്കുന്നതൊക്കെ കാണാൻ പറ്റും. അത് ഒരു വലിയൊരു അവസ്ഥയായിട്ട് തന്നെ നമുക്ക് തുടരുകയാണ് സൊസൈറ്റിയിൽ. നല്ല ബന്ധങ്ങൾ നിലനിർത്താനും സഹായിക്കാനും അവരെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കാനും ഒക്കെ നമുക്ക് ആവുന്നത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനൊക്കെ നമുക്ക് പ്രവർത്തിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ സന്ദർഭത്തിൽ. മികച്ച ബന്ധങ്ങളുള്ള ഒരു പുതിയ തലമുറ നമ്മളിൽ നിന്ന് ഉണ്ടാവട്ടെ. അടുത്ത തലമുറക്ക് ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ച്, പരിഭാവനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്കിലൊക്കെ തന്നെ ഈ ബന്ധം തകർക്കപ്പെടാതെ, തകരാനുള്ള പ്രവണതകളില്ലാതെ, ആറ്റിറ്റ്യൂഡ് ഓഫ് ബ്രേക്കിംഗ് ദ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ ഒരു കാര്യം ചേർത്ത് പറയാനുള്ളത്, ഇന്നലെ 1500-ാം ദിനത്തിൽ നിങ്ങൾ ഒരുപാട് പേര് വന്നു ഒത്തിരി 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 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ പലരും ആവശ്യപ്പെട്ടു എന്നോട്. അത് സാറിനുള്ള അഭിനന്ദനമാണ്, അംഗീകാരമാണ്. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് അത് ഏറ്റെടുക്കാൻ ഞാൻ കേൾക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത് കൃത്രിമമായിട്ട് പറഞ്ഞതല്ല, സത്യസന്ധമായിട്ട് അതൊക്കെ പഠിച്ചവന്റെ ഒരു നിയോഗമാണ്. എന്നതിലപ്പുറത്തേക്ക് ഞാനൊരു നിമിത്തമായി എന്നതിൽ കവിഞ്ഞ് എൻ്റെ ഒരു പ്രവൃത്തിയായിട്ടൊന്നും എനിക്കതിനെ കാണാൻ വിഷമമാണ്. ഏതായാലും നിങ്ങളുടെ സ്നേഹങ്ങൾക്ക്, നിറഞ്ഞ സ്നേഹത്തിനും അകമഴിഞ്ഞ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും സന്തോഷത്തിനും ഒക്കെ ഒത്തിരി 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 വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ഒത്തിരി ഇതിനുവേണ്ടി പ്രയാസപ്പെട്ടുള്ള ആ പ്രോഗ്രാം നടത്താൻ വേണ്ടി കോർഡിനേറ്റ് ചെയ്ത റഹീമ മാമിനും സജിന മാമിനും എല്ലാവർക്കും, ആ പരിപാടിയിൽ വന്ന് സംസാരിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ ഐ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. താങ്ക് യു നസീർ സാർ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു.